കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ മുളകട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കപ്പ സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഒരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനിതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇതേപോലെ തന്നെ ഒരു 5-8 അല്ലി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു 1-2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളം തയ്യാറാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഞാൻ ഇതേ പാത്രത്തിൽ, അതായത് ഈ പുളിവെള്ളത്തിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല നമ്മുടെ നാടൻ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഫിഷ് പൗഡറാണ്, ഫിഷ് മസാല പൗഡറാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അത് വേറെ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കപ്പ സ്പെഷ്യൽ തന്നെ പറയാൻ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൂട്ട്, ആ ഒരു മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. കണ്ട ഈ ഒരു രീതിയിലാണ് മുളക് കറി ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ശരിക്കും ആ ഒരു കപ്പൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മത്തിക്കറി തന്നെയാണ്. ഇനി നമുക്കൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ കടുക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അന്നേരമാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അതിലേക്ക് നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 2 മണിക്കൂറിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കട്ടോ. കപ്പയുടെ കൂടെ തന്നെ നിങ്ങൾ കഴിച്ചു നോക്കണം. എന്നാലേ അതിൻ്റെ ഒരു രുചി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്